അപ്പോൾ വീണ്ടും ഞാൻ മിഡാസിൽ വന്നിരിക്കുകയാണ് സാബുവിൻ്റെ റഹ്മാക്കയുടെ അടുത്തൊരു വീഡിയോ ചെയ്യാനായിട്ട്. സാരി ഡ്രൈപ്പിങ്ങിൻ്റെ തന്നെ ഒരു വീഡിയോയും കൂടെയൊക്കെ വേണമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സാരി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് നമ്മൾക്ക് മുന്താണി നമ്മൾ എടുത്തു വെക്കണം. മുന്താണി എടുത്തു വെക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കുറച്ചിങ്ങനെ മടക്കി പിടിക്കണം. നമുക്ക് കറക്റ്റായിട്ട് മുന്താണി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ മുന്താണി എടുക്കണം. ഇതുപോലത്തെ ഇത്രയ്ക്ക് വീതിയിൽ ഫസ്റ്റത്തെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കണത് മുഴുവനും അതിൻ്റെ ചെറുത് എടുക്കണം. ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുക്കണത് എന്തിനാന്ന് വെച്ചാൽ ഒരു ഞൊറിയുടെ പുറകിൽ അടുത്ത ഞൊറി എടുക്കണത് ഒന്നും ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞൊറി എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുന്താണിയിൽ നിന്ന് ഓരോന്നിങ്ങനെ ഓവർലോപ്പ് ചെയ്ത് ഇപ്പുറത്തേക്ക് നിൽക്കില്ല. ഇത് ആദ്യത്തെ ഞൊറി അടുത്തത് ഇങ്ങനെ എടുത്ത് വരണം. നമ്മൾ കറക്റ്റ് ഞൊറി എടുത്ത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ആക്കാം. അപ്പോൾ ഞൊറിവൊക്കെ നല്ല ടൈറ്റായിട്ട് അങ്ങനെ ഇരിക്കും. അയൺ ചെയ്ത പോലെ ഇരിക്കും. എടുക്കണ ഞൊറിവുകളെല്ലാതും കൂടെ ചേർത്ത് ഇവിടെയും കൂടെ പിന്നിട്ട് വെക്കണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് അവസാനം വരയ്ക്കും മുന്താണ്ടി നല്ല സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും കൂടെ ഒരു പിന്നിടുന്നത്. സൂചി കയറുന്നില്ല. ഓക്കെ, ആദ്യം തന്നെ ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പണി കഴിഞ്ഞു. മുന്താണി കറക്റ്റായിട്ട് കിട്ടി കഴിഞ്ഞാൽ വലിയൊരു പണി കഴിഞ്ഞു നമ്മുടെ. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ നമ്മൾ കുത്തണ ഭാഗമില്ലേ, ഏറ്റവും അവസാനം കുത്തണ ഭാഗത്ത് ഈ അടിയിൽ ഇത് കുറച്ചൊന്ന് മടക്കിയിട്ട് ഒരു പിന്നിടാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സാരി ഇങ്ങനെ ഇവിടെ ചവിട്ടാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്ന് വെച്ചാൽ നമ്മൾ സാരി എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ കെടുക്കും. അതുമ്പോൾ ഇങ്ങനെ ചവിട്ടുക അതൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു പിന്നിടുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് പിന്നിട്ട് കഴിഞ്ഞു. ഇനി സാരി എടുത്ത് തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ അണ്ടർ സ്കേർട്ട് നല്ല ടൈറ്റിലായിരിക്കണം കെട്ടണത്. ഇത് കുറച്ച് ഇതായാലും കുഴപ്പമില്ല കേട്ടോ. അണ്ടർ സ്കേർട്ട് നല്ല ടൈറ്റിൽ കെട്ടണം. ഞാൻ നല്ല ടൈറ്റിൽ കെട്ടും. അണ്ടർ സ്കേർട്ട് നല്ല ടൈറ്റിൽ കെട്ടിയാലാണ് സാരി നന്നായിട്ട് ഉറച്ച് നിൽക്കുള്ളൂ. നമുക്ക് നല്ല ഷേപ്പിലൊക്കെ അപ്പോഴാണ് ഉടുക്കാൻ പറ്റുള്ളൂ. പിടിക്കൂ, ഇവിടെ എങ്ങനെ കാല് നമ്മളെപ്പോഴും നന്നായി അടുപ്പിച്ച് തന്നെ നിൽക്കണം കേട്ടോ. സാരി ഉടുക്കുമ്പോൾ സാരി കാല് നന്നായി അടുപ്പിച്ച് നിർത്തിയിട്ട് നമ്മൾ ഉടുത്തു തുടങ്ങാം. ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ സാരി നമ്മൾ ഏറ്റവും ഫസ്റ്റത്തെ ലെയറില്ലേ, ഈ ലെയർ ഭയങ്കര ടൈറ്റായാൽ മാത്രമേ സാരി എടുത്താൽ ഉറച്ച് നിൽക്കുള്ളൂ. ഫസ്റ്റ് നമ്മൾ സാരി ടൈറ്റ് ആയില്ലെങ്കിൽ
നമ്മളെല്ലാം ചെയ്യണത് പിന്നെ ലൂസാവും. ഇത് നല്ല ടൈറ്റിലാവണം. ഏറ്റവും ഫസ്റ്റ് ഇവിടെ ഒരു കൈ വെച്ച് വലിച്ചു കഴിഞ്ഞാൽ സാരി നല്ല ടൈറ്റായിട്ട് നിൽക്കും. കണ്ട, ഇവിടെയൊക്കെ ടൈറ്റായി നിൽക്കണം. അപ്പോഴാണ് സാരി ഉടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ ഉണ്ടാവുള്ളൂ. ഈ ഫസ്റ്റ് ലെയർ നമ്മൾ വെക്കണത് തന്നെ ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര സാരി മുകളിലത്തൊക്കെ ടൈറ്റായാലും ഇത് ലൂസായി കഴിഞ്ഞാൽ സാരി ഫുള്ളും ലൂസാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ എടുക്കണത് നല്ല ടൈറ്റിൽ ഉണ്ടാവണം. ഇപ്പോൾ കണ്ട നല്ല ഷേപ്പിൽ അവിടെ നിൽക്കും. ഈ ഫസ്റ്റ് ലെയർ നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരെ പിടിച്ചിട്ട് ഒരു പിന്നിടണം. അവിടെ നിന്ന് വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്ന് ടൈറ്റായിട്ട് പിടിച്ച് ഇവിടേക്കും കൂടെ ഒരു പിന്നിടണം. ഇവിടെ ഒരു പിന്നല്ല, 2 പിന്നൊക്കെ ഇടേണ്ടി വരും. നന്നായി വലിച്ച് വേണം പിന്നിടാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ഷേപ്പ് നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ നമ്മുടെ ഷേപ്പൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഫസ്റ്റത്തെ ഫ്ലീറ്റ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലിപ്പത്തിൽ വീതിയിൽ എടുക്കണം. ഇത് ഞൊറി നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഞൊറി ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോവും. അങ്ങനെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എടുക്കണ ലെയർ ഒരു ഞൊറി കുറച്ച് വീതിയിലെടുക്കുക. അടുത്തത് നമുക്ക് ചെറുതെടുക്കാം. അടുത്ത് ചെറുതെടുക്കണത് എന്തിനാന്ന് വെച്ചാൽ കുറച്ചധികം ഞൊറി കിട്ടാൻ വേണ്ടിയിട്ട്. ചില സാരികൾക്ക് അധികം നീളം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഈ സാരിക്കും അധികം നീളമില്ല. അപ്പോൾ നമുക്ക് ഞൊറികൾ വളരെ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ഫസ്റ്റത്തെ ഒരെണ്ണം കുറച്ച് വീതിയിലെടുക്കുക. ബാക്കിയുള്ളതൊക്കെ ചെറുതെടുക്കുമ്പോൾ നമുക്കിവിടെ കുറേ ഞൊറികൾ കിട്ടും. ഇവിടെ നമുക്ക് കുറേ ഞൊറി ഉണ്ടാകുമ്പോൾ സാരി ഉടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഞൊറികളൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് എടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പോൾ അത് അയൺ ചെയ്ത പോലെ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ഒരു അയൺ ചെയ്യേണ്ട ആവശ്യമോ ഒന്നും ഉണ്ടാവില്ല. നല്ല ഭംഗിയിൽ കിട്ടും. ഇവിടെ അങ്ങനെ 1-2 ഫ്ലീറ്റൊക്കെ അങ്ങനെ എടുത്തിട്ട് ഈ 2-3 ഫ്ലീറ്റും ചേർത്ത് നന്നായി ഇങ്ങനെ വലിച്ച് ഇവിടെ ഒരു പിന്നിടണം. വലിച്ച് പിന്നിടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇവിടെ നന്നായി വലിച്ച് പിന്നിടുമ്പോൾ ഇവിടെ തൊട്ടേ നമുക്ക് നല്ല ടൈറ്റ് കിട്ടും. നമുക്ക് പിന്നെ സാരി ഒരിക്കലും ലൂസായി പോവില്ല. ഈ ഞൊറി ഇവിടെ ഇങ്ങനെ ഞൊറി എടുക്കണത് എന്താണെന്ന് വെച്ചാൽ നല്ല വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ ആ ഞൊറി നമുക്കിങ്ങനെ അടിയിലേക്ക് എടുക്കാം. ഇവിടെ വണ്ണം കുറഞ്ഞ നല്ല സ്ലിമ്മായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇവിടെ എടുക്കണം ഞൊറി നമുക്ക് കുറച്ച് കയറ്റിയെടുക്കാം. ഇവിടേക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ഞൊറികൾ 2-3 ഞൊറികളൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇവിടേക്ക് ഈ ഭാഗത്തിന് കുറച്ച് നമുക്ക് വണ്ണം തോന്നിക്കും. ഈ മോള് കുറച്ച് വണ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് അവിടേക്ക് വേണ്ട ഞൊറി. ഇവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക. അപ്പോൾ ആ ഞൊറികൾ എടുക്കണത് നമ്മൾ താഴേക്ക് എടുക്കണം. കണ്ടോ, ഇവിടേക്ക് വേണ്ട, ഇവിടേക്ക് താഴേക്ക് എടുക്കുക. ഈ 2-3 ഞൊറിയൊക്കെ എടുത്ത് നന്നായി ടൈറ്റായിട്ട് വലിച്ചിട്ട് വേണം ഇവിടേക്ക് പിന്നിടാൻ. അങ്ങനെ വലിച്ച് പിന്നിടുമ്പോൾ ഇവിടെയൊക്കെ നല്ല ടൈറ്റായിട്ട് നിൽക്കും. പിന്നെ ഒരിക്കലും നമ്മുടെ സാരി ഉടുക്കണത് ലൂസായി പോവില്ല. നന്നായി വലിച്ച് ഇതും കൂടെ ചേർത്ത് അണ്ടർ സ്കേർട്ടും കൂടെ ചേർത്ത് ഇവിടെ ഒരു പിന്നിടണം. കണ്ടോ, ഇവിടെ ഒരു പിന്നിട്ടു. അപ്പോൾ ഇനി ഒരിക്കലും സാരി ഇവിടെ ലൂസാവില്ല. അങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിക്കുക. ഇവിടെ കണ്ട നല്ല ടൈറ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഒരിക്കലും സാരി ഇവിടെ ലൂസാവില്ല. അപ്പോഴേ തന്നെ നമുക്ക് നല്ല ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് അണ്ടർ സ്കേർട്ടും എല്ലാം കൂടെ ചേർത്ത് ഇവിടെ ഒരു പിന്നിടാം. കണ്ടോ, പിന്നെ അത് എവിടേക്കും പോവില്ല. നമ്മൾ എത്ര വലിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇവിടെ നിന്ന്
എവിടേക്കും അങ്ങോട്ട് നീങ്ങിപ്പോവില്ല. അതിനൊക്കെ ചേർത്ത് കൊണ്ടുവന്ന് ഇവിടെ ബാക്കിൽ ഇവിടെ ഒന്നും ഇടാൻ പാടില്ല. അത് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം കുത്താനായിട്ട്. സൈഡിലേക്ക് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് ഇവിടെ വെക്കാനായിട്ട് ഉണ്ടാവില്ല. അതേ കണ്ടു, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മൾ കറക്റ്റ് ഞെറിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ഒന്നും ഇവിടെ ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. വേറെ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്ത് കുത്തി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഫ്ലീറ്റ് കണ്ടോ ഇങ്ങനെ കുറച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ അത് അങ്ങോട്ട് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ ഫ്ലീറ്റിനെ കണ്ട ചില സമയത്ത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു ഞൊറി ഇങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ നല്ല ഷേപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ഇവിടെ ചെയ്യണ്ട. നേരെ നിൽക്കണം കേട്ടോ നമ്മൾ. കണ്ട ഇവിടെ ഒരു ഞെറി നിൽക്കുന്നുണ്ട്. അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. തടി കൂടെ ഈ പിന്നിടുന്നതൊക്കെ അണ്ടർ സ്കേർട്ടിനെയും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം ഇടണമെങ്കിൽ. ചേർത്ത് പിന്നിട്ട് കൊടുത്തു. അപ്പോൾ അത് അങ്ങനെ അവിടെ നിൽക്കണതും അതിൻ്റെ ഉള്ളിലേക്ക് പോകും. പിന്നെ ഒരു സൂത്രപ്പണിക്കുണ്ട്, ഫ്ലീറ്റുകളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫ്ലീറ്റിന് ഇങ്ങനെ വയ്ക്കാം. ഇതേ കണ്ട ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം അതിൻ്റെ കുറച്ച് ഇങ്ങനെ തെറ്റത്ത് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഒരു ആ പിന്നവിടെ ഇട്ട് കൊടുക്കാം. പിന്നിട്ട് കൊടുക്കണം. ഇവിടെയൊക്കെ പിന്നിട്ടുമ്പോൾ അത് സ്കേർട്ടിനും കുറച്ചവിടെ നിൽക്കുള്ളൂ. ഇനി സാരി എന്തൊക്കെ ചെയ്താലും ഇവിടുന്ന് പോവേ ഇല്ല. അങ്ങനെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും കേട്ടോ. ഒക്കെ നല്ല ഭംഗിയിലാക്കണം. അതിന് നമ്മൾ ഇത് അഴിക്കണം. ഇതും കൂടെ ചേർത്തിട്ട് ഇവിടെയും കൂടി ചേർത്തൊരു പിന്നിട്ട് കൊടുക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, മുന്താണി ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കണില്ല എന്നൊക്കെ എല്ലാവരും പറയും. കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ മുന്താണിനെ നമ്മളൊന്ന് റോൾ ചെയ്ത് വയ്ക്കും. കറക്റ്റ് പിടിച്ചിട്ടിങ്ങനെ നന്നായി ടൈറ്റായിട്ട് പിടിച്ച് റോൾ ചെയ്ത് വയ്ക്കും. കണ്ടോ, ഇങ്ങനെ റോൾ ചെയ്ത് വയ്ക്കും. നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്ത് വയ്ക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇത് അയച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ അങ്ങനെ നിൽക്കും. അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബ്ലൗസിനും കൂടെ ചേർത്തിട്ട് വേണം പിന്നിട്ട് കൊടുക്കാൻ. അതിട്ട് കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഞൊറി അങ്ങോട്ട് കയറി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അവിടെ പിന്നിട്ട് കൊടുത്താൽ പിന്നെ ഇത് അങ്ങോട്ട് കയറി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ മാറ്റിയിട്ട് ഒരു ഞൊറീനെ മാറ്റിയിട്ട് അവിടെ ഒരു പിന്നിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ഞൊറികളും ഇങ്ങനെ കറക്റ്റായി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു പിന്നിട്ട് കൊടുക്കണം. എല്ലാ ഞൊറിയനെയും കൂട്ടിയിട്ട് ബ്ലൗസും ഒക്കെ കൂട്ടി ഇതിൻ്റെ അടിയിലേക്ക് ഒരു പിന്നിട്ട് കൊടുക്കണം. അതിട്ട് കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ ഞൊറികളൊന്നും നമ്മൾ എത്ര വലിക്കുക എന്തൊക്കെ ചെയ്താലും ഈ ഞൊറികൾ എവിടേക്കും നീങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പിന്നിട്ട് കൊടുക്കുന്നത്. സാരി എപ്പോഴും നമ്മൾ ഉടുക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരണം. എന്താ വെച്ചാൽ ചിലവർ ഉടുത്ത് കഴിഞ്ഞാൽ കാണാം സാരിയൊക്കെ ഇങ്ങനെ വട്ടച്ച് നിൽക്കണത്. അപ്പോൾ നമ്മൾ നല്ല വണ്ണം തോന്നിക്കും. എപ്പോഴും സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് ഷേപ്പ് ഇടുന്ന നേരത്ത് ഏറ്റവും ഇങ്ങനെ അടിയിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. വേണ്ട, ഇങ്ങനെ അടിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എപ്പോഴും നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ലൂസായി നിൽക്കുമ്പോൾ അതൊക്കെ ടൈറ്റായിട്ട് വലിച്ച് നമ്മൾ ബാക്കിലേക്ക് വന്ന് ബാക്കിൽ പിന്നിടണം.
ഇപ്പം നല്ല പെർഫെക്ഷൻ ആയില്ലേ, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഞൊറികളും. പിന്നെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ബ്രൈഡ് കുട്ടികളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഞൊറിനെ തട്ടിയിട്ട് വേണം നടക്കാനായിട്ട്. അപ്പം ഞൊറിയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ സാറേയും ഞാനും കൂടെ ഈ കുട്ടീനെയും കൂടെ ഒരുക്കി കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടമായില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പറയേണ്ടത് സാറാ ഒന്ന് പറഞ്ഞ്. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്താണ് ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക നമ്മുടെ മിഡാസിൻ്റെ. ഓക്കെ, ബൈ.